ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ദിലീപിൻ്റെ പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി ഫെബ്രുവരി 14 റിലീസുള്ള പടത്തിൻ്റെ തീം വീഡിയോയുടെ റിവ്യൂ ആണ്. തീം വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീം വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കണ്ടപ്പോൾ എനിക്ക് സിനിമ കാണുന്നതിലുപരി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ദിലീപിൻ്റെ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ദിലീപ് അതിൽ ക്യാരക്ടറായിട്ട് നമുക്ക് അതിൽ ഫീൽ ചെയ്യാമായിരുന്നു. എന്നാൽ ഈ അടുത്തിറങ്ങിയ സിനിമകളിലെല്ലാം നമുക്ക് ദിലീപിനെയാണ് ആ സിനിമകളിലെല്ലാം ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. എന്തോ ഉള്ളിൽ വിഷമം വന്ന ഒരാളുടെ ഒരു ഫീലാണ് എപ്പോഴും തന്നെ ദിലീപിന് കോമഡി ചെയ്യുമ്പോൾ വരെ ഇപ്പോഴുള്ള സിനിമകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയാളുടെ റിയൽ ലൈഫ് ജീവിതവുമായി എപ്പോഴും ഒരു കണക്റ്റ് ഉള്ളതുപോലെയാണ് രാംലീല തൊട്ടുള്ള സിനിമകൾ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ദിലീപിനെ നമ്മൾ കാണുന്നത്. വെട്ടം സിനിമയിൽ ദിലീപിനുണ്ടായിരുന്ന ഒരു ഓറ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇപ്പോഴുള്ള സിനിമകളിൽ ദിലീപിന് കാണാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തീം വീഡിയോയിൽ ദിലീപ് ഇപ്പോൾ ഒരു സാഡ് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഫീൽ ആവുന്നത്. അതേ സമയത്ത് ഈ തീം വീഡിയോയിൽ തന്നെ അവസാനം ഒരു സാഡ് വീഡിയോ ഉണ്ട്. അതിൽ നമുക്ക് നല്ല വൃത്തിയെ ഫീൽ ചെയ്യാൻ ദിലീപിനെ സാധിക്കുന്നുണ്ട്. പക്ഷെ ദിലീപിന്റെ പഴയ കോമഡി നമുക്ക് ഏൽക്കുന്നില്ല. കാരണം ദിലീപിന്റെ ആ പഴയ ഓറ നമുക്ക് നഷ്ടപ്പെടായിരിക്കുന്നു എന്നുള്ളത് ഈ തീം വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ തീം വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും സിനിമ കാണാൻ താല്പര്യമൊന്നും തന്നെ തോന്നിയില്ല. കാരണം പഴയ ദിലീപിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. വെട്ടത്തിൽ ഞാൻ കണ്ട ദിലീപിനെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുമോ എന്നറിയില്ല. പണ്ട് ഇടയ്ക്ക് വെച്ച് മോഹൻലാലിനും അതേപോലെ ഒരു ഓറ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ലൂസിഫർ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് വീണ്ടും ആ ഒരു ഓറ തിരിച്ചു വന്നത്. അതുപോലെ ദിലീപും എന്തെങ്കിലും തിരിച്ചു വരുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. നിങ്ങൾക്ക് തീം വീഡിയോ കണ്ടപ്പോൾ ദിലീപിനെ നഷ്ടമായതായി ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വീഡിയോ ലൈക്കും കൂടി ചെയ്തേക്കണേ. ശരി, നന്ദി, നമസ്കാരം.